ഇതുണ്ടോ? 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 അവിടുന്ന് 2 പോസ്റ്റിലേക്കും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെങ്ത് ബലപ്പെടുത്താനായിട്ട്. ഇവരൊക്കെ എന്തോരം കണക്ടറുണ്ട്. ഇത് എനിക്ക് വന്ന് മറ്റേ മേടിച്ച വാപ്പ മേടിച്ചു. നിങ്ങൾ ഉപയോഗിക്കുന്നു. 25 വർഷമായിട്ട് നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ ഓണർഷിപ്പ്. അപ്പൊ ഏത് കൊല്ലം മേടിച്ചത്? തെങ്ങോ? ഒരു തെങ്ങ് വീണ്ടും എത്തിക്കാതെ അത് ശരിയാക്കാൻ പോവുകയാണ്. അത് ശരിയാ വീട്ടിൽ കിടന്ന തെങ്ങ എന്നിട്ടും പിടിച്ചു വന്നു. ഇവിടെ വീണതാണ്, ഇവിടുന്ന് ഇങ്ങനെ വീണതാണ്. ഇവിടെ അവിടെയാണ് മെയിൻ റൂഫ്. അതാണ് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സഫാരി സ്ട്രോം മേടിച്ച വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതാണ് നോക്കൂ, നമ്മളങ്ങനെ നമ്മുടെ ബസ്സിന്റെ അടുത്തോട്ട് പോവാണ്. അതേപോലെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കളറിൽ ചെയ്യണം, ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം, ഇന്ന് പ്ലാൻ ഇട്ടിട്ട് വേണം നജീബിക്ക് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. അതിന് ശേഷം നമുക്ക് നമ്മുടെ സഫാരി സ്ട്രോം എറണാകുളത്തുണ്ട്, അതിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അങ്ങനെ 2-3 പരിപാടി ഉണ്ട് ഇന്ന്. അതിന് മുമ്പായിട്ട് ഊണ് കഴിക്കണം. ഗൈസ്, അപ്പം നമ്മളെ ഇപ്പം കൂട്ടാൻ വേണ്ടി നജീബൊക്കെ വരും. അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിന് ശേഷം ഇവിടുത്തെ പരിപാടിയെല്ലാം തീർത്തിട്ട് പിന്നെ അതുപോലെ നമ്മുടെ TT ട്രാവലർ എവിടെയാ കസാക്കിസ്ഥാനിലല്ലേ, അതിന് വേണ്ടി 2-3 സാധനങ്ങൾ പണിയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, കൊച്ചിയിൽ ഭയങ്കര തിരക്കാണ്. നജീബൊക്കെ ഈ തൊട്ടടുത്തുണ്ട്, പക്ഷേ ബ്ലോക്ക് കഴിഞ്ഞ് വരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കൂടുതലുള്ള സെബിന് ചെറിയ ഞൊണ്ടലുണ്ട്, കാരണം നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്താൽ തൂക്കി പിടിച്ചു. അപ്പോൾ സെബിനെ ഞങ്ങളിങ്ങനെ തൂക്കി ഇട്ടുകൊണ്ട് പോവാണ്. ദീപു ചേട്ടൻ പറഞ്ഞാ പുള്ളി വേണേൽ തോളത്തെടുത്താക്കാന്ന് അല്ലേ? ദീപു ചേട്ടാ തോളത്തെടുക്കൂലേ? അല്ല, ദീപു ചേട്ടൻ തോളത്തോട്ട് കയറട്ടെ. പാവം ഗൈസ്, ഈ ദീപു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ കേട്ടോ, പുള്ളി കരോട്ടയുടെ മാസ്റ്ററാണ്. പുള്ളി ക്ലാസ് എടുക്കുന്ന ആളാണ്. കരോട്ടയിൽ ഏതൊക്കെ ബെൽറ്റ് കിട്ടി ദീപു ചേട്ടാ? 3rd ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ആളാണ് പുള്ളിക്കാരൻ. ഒരു കായിക അഭ്യാസിയും കൂടിയാണ് പുള്ളിക്കാരൻ. പുള്ളി ഈ കായിക വിനോദത്തിനോട് വളരെ താല്പര്യം, കുറേ ടീമുകൾ ഇറക്കുകയും അങ്ങനെ വികസിപ്പിച്ച് പുള്ളിയുടെ വീട് മാത്രം ശോഷിച്ചു. ബാക്കി അതെ, പുള്ളിക്ക് ബാക്കി കിട്ടിയത് ട്രോഫികളൊക്കെയാണ്. ഇത്ര നേരം വരെ നടുക്ക് ലിബിനും അല്ല, ഇത്ര നേരം വരെ നടുക്ക് സെബിനും വീഡിയോ ഓഫായപ്പോ മൊത്തം കോമഡി കേസ്. ആര്? അങ്ങനെ ഞാൻ വിചാരിച്ചു നീ എന്തോ കഷ്ടപ്പെട്ട് വോളിബോളോ അല്ല എന്താ കളിച്ചിട്ടാ പോന്നതെന്ന്. ഒരു വാട്ടർ ടാങ്ക്, എന്റെ പൊന്നെ, തീപ്പൊരി ഡ്രൈവർ ഉസ്മാൻ. ഉസ്മാന്റെ ക്ലാസ് ഒക്കെ നോക്കിയ ഉസ്മാന് എന്നാ ക്ലാസ് ഒക്കെ കളിക്കണ്ടേ ഡാൻസ്? പിന്നെ ഞാൻ ഇന്നലെ രാത്രി പ്രാക്ടീസ് ആയിരുന്നു. എന്നിട്ടോ നല്ല കമന്റ് കിട്ടും. അത് ഉറപ്പാണല്ലോ. നമ്മൾ ആദ്യം പിന്നെ എന്തെങ്കിലും കഴിക്കാം. എവിടെ പോയല്ലോ? പറവൂര് പോവാ. പിന്നെ എവിടെ പോവാ? ഇവിടെ അടുത്തെവിടെ നല്ല ഫുഡ് കിട്ടുന്നുള്ള? നല്ല ദൂരം പോയി പോയില്ലേ? ഏത് പറവൂരാ? മറ്റേതല്ലേ ഊണ് കിട്ടുന്നേ? വേണ്ട, ഇവിടെ ഇട്ട് തിരിച്ചു. ഞങ്ങള് വണ്ടി തിരിച്ച് ഞങ്ങള് വന്നിട്ടുണ്ട്. നജീബ്ക്കാരെ ചെലവായതുകൊണ്ട് കുഴപ്പമില്ല, അല്ല അങ്ങനെ ചെയ്യണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു മാമൂൽ. ഓ എന്റെ പോയോ കണ്ണൂര് ഞാൻ ഒരാഴ്ച പോയി മോനെ. ഒന്നും മിണ്ടണ്ട. അതെ, നല്ല അടിപൊളി ബിരിയാണി ഇട്ട സ്ഥലമുണ്ടെന്ന് പറഞ്ഞുണ്ട് ഇരുട്ടിയില്. എന്റെ പൊന്നോ, വായിലൊക്കെ കൊള്ളൂല. നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ എന്നെ വിളിക്കണ്ട, പാവപ്പെട്ടതാണ്. അവൻ ഞങ്ങള് നേരെ പോവാണ്. അതൊന്ന് ഫേമസ് കട അവധിയായിരുന്നു. എന്റെ പൊന്നെ, എന്തൊരു ബ്ലോക്കാന്ന് നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ തള്ളി പോസ്റ്റ് ആക്കി. ഞാൻ അവിടെ നിന്ന് വേണ്ട 1 മണിക്കൂർ അവിടെ നിന്ന് പോന്നിട്ട് ബ്ലോക്ക്, പറവൂർക്കോല ബ്ലോക്ക്, അപ്പുറത്തെ ബ്ലോക്ക്, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫുള്ള് കുഴിയാ കാണിക്കല്ലേ? ചുണ്ടൊക്കെ കറുത്താട്ടോ. നേരെ 47 വയസ്സുണ്ട്. ഞാൻ നിർത്തം എടുത്ത് പറയാണ്, 47 വയസ്സുള്ള ആളാണ്. എനിക്ക് 28 ഉള്ളു, പക്ഷെ കണ്ട പുള്ളിയെ ചെറുതായിട്ട് തോന്നുള്ളൂ. ഈ പ്രതീഷ്, നജീബ്, ഇവർക്കൊക്കെ നല്ല വയസ്സാണ്. പക്ഷെ നല്ല വയസ്സാണ്, വയസ്സുണ്ട്.
അപ്പം ഞങ്ങൾ നേരെ പോവാണ്. ഇതേ മറ്റേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി മറന്നുപോയി. നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ TT നെപ്പോളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇന്ന് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിനും വർക്ക്ഷോപ്പിൽ സെറ്റ് ചെയ്ത് തരുമെന്ന്. ആ ഗൈസ് നോക്കാം. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. എന്നാ പിന്നെ എന്തിനാ സർപ്രൈസ് ആയിട്ട് പറഞ്ഞു, നീ ആദ്യം പറഞ്ഞാൽ ഫൈനലി ഞങ്ങൾ വർക്ക്ഷോപ്പിന്റെ അടുത്തെത്തി. ഇവിടെ ഒരു ഊണുകടയുണ്ട്. ഊണ് കഴിക്കട്ടെ കേട്ടോ, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഇലയിലൂൺ ഗൈസ്, ഇലയിൽ ഊണ് കഴിക്കട്ടെ, കഴിക്കാം. എടുപ്പോ വണ്ടി ഓഫ് ചെയ്തോ, സെവൻ ഓഫ് ചെയ്തോളൂ പോരെ. ഒന്നാമത്തെ സാധനം വന്നു ഉപ്പേരി. ഇവിടെ നമ്മുടെ പയർ മെഴുകുവരട്ടി, തോരൻ എന്ന് പറയും. അങ്ങനെ പല പല സാധനങ്ങൾ എല്ലാവർക്കും ഇലയും സാധനവും കിട്ടും. ഇപ്പൊ നമ്മൾ കലക്കാൻ തുടങ്ങുന്നു. ആണോ പയർ? അന്ന് നാടൻ കഴിച്ചതിന്റെ ഓർമ്മയുണ്ടോ? മതിയായില്ലേ? തേങ്ങ ഇട്ടിട്ട് സാറിനാവോ ഇത്? ആ അതറിഞ്ഞാൽ മതി കേട്ടോ. ചോറ് വന്നു. ഒരാൾക്ക് മാത്രം ഇല ഇടാൻ പറ്റാത്തതുകൊണ്ട് പ്ലേറ്റിലാക്കി. കാരണം എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ല ഇല ഇട്ട് മതി കേട്ടല്ലോ. എല്ലാവർക്കും കൂടെ ഓരോ സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അച്ചാറ് ഇതാണ് പൈനാപ്പിൾ കിച്ചടി. ഇത് ഒരു എന്നാ പറയാ കൂട്ടൊരു സംഭവം. സ്പെഷ്യൽ വന്നു. ഇത് നല്ല അയില കേട്ടോ. ഇപ്പം മറക്ക നല്ല ഫ്രഷ് അയിലയാണ്, കണ്ടറിയാം. അതിലൊക്കെ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. ആദ്യം തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിലെത്തി. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്, മാറ്റി പറയാം. ഗൈസ് എൻ്റെ വണ്ടിയിൽ ഏത് ലൈറ്റാണ് എന്തൊക്കെ സംഭവമാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ് നോക്കൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ സാധനം കാണിക്കാം. എൻ്റെ തൊട്ട് സൈഡിൽ ചൈനീസ് കാക്കയുണ്ട്. ഗൈസ് ഇത് ഇവിടെയാണ് നമ്മുടെ പിന്നെ ഇലക്ട്രിക്കൽ റൂമൊക്കെ മാറിയിട്ടോ, ഫുള്ള് സെറ്റപ്പ് ആക്കി നീറ്റാക്കി സെറ്റ് ചെയ്തു. ഇത് വേറെ വണ്ടികൾക്ക് വേണ്ടി പിടിപ്പിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് പ്രസാദ് കുട്ട ഗൈസ് നോക്കുക, അതായത് ഇത് വേറെ വണ്ടികൾക്ക് വേണ്ടി പിടിപ്പിക്കുന്നതാണ്. അത് ഏത് വണ്ടിക്ക് വേണ്ടിയാണ്? ട്രാവലറോ? ഇത് നമ്മൾ അർബാനിയുടെ ഉള്ളിൽ ബെർത്തിന്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണത്. ഒരു ആംബിയൻസ് ലൈറ്റ് ബ്ലൂ കളർ, അതിന്റെ അടിയിൽ ബെർത്തിന്റെ അടിയിൽ. ഇവിടെ കുറച്ച് ലൈറ്റുകളും സംഭവങ്ങളുണ്ട്. അത് വേറെ വണ്ടികൾക്ക് വേണ്ടി ഫിറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ വണ്ടിക്ക് വേണ്ടിയല്ല. ഇത് തന്നെ പിക്സൽ വർക്കുള്ള സംഭവം. ടിവിയുടെ അടിയിൽ വരുന്ന പീസ്. ഇത് തന്നെയൊക്കെ ഹയാസ്. ഞാൻ ആദ്യം പോയി എടുത്ത വണ്ടി നമ്മുടെ TT നെപ്പോളിയൻ എടുക്കുന്നതിന് മുമ്പേ ഞങ്ങൾ നെപ്പോളിയൻ ആക്കാൻ വേണ്ടി 25 ലക്ഷം രൂപയ്ക്ക് ബോംബെ എന്ന് പറഞ്ഞു ഉറപ്പിച്ച വണ്ടി ഇതാണ്. പേപ്പർ മാർക്കിന് മാറ്റുന്ന പൈസ കേട്ടപ്പോൾ ഒഴിവാക്കി. ഇത്രയും നേരം വരെ ഈ വർക്ക്ഷോപ്പിൽ ഒരു സൗണ്ട് പോലില്ല. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാരും ട്രിമ്മർ ഓൺ ആക്കുന്നു, കട്ട് ചെയ്യുന്നു, തല്ലിപ്പൊളിക്കുന്നു. ഇത്രയും നേരം ഒരു വിഷയമില്ല. അല്ല ഇനി இந்த മുതലാളിക്ക് ഉങ്കൾ ആര് അല്ല ഉനക്ക് ഇന്ത്യയാള് സാറ്, ഉനക്ക് ഇന്ത്യയാള് ആറ് മുതലാളി. ഗൈസ് നോക്ക്, അങ്ങനെ നമ്മുടെ സെബിന് ഒരു കിട്ടിലും ജോലി കിട്ടി. നജീബിക്കയുടെ കൂട്ടത്തിൽ കുറച്ച് നാള് സെബിൻ ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ പോയതിനു ശേഷം സെബിൻ നേരെ നജീബിക്കയുടെ അടുത്തോട്ട് വരുന്നതാണ്. ഗല്ലിയിലേക്ക് ചൈനീസ് ഗ്യാരേജിലേക്ക് സെബിനും വരികയാണ്. ഇനി നമ്മൾ ഇതിന്റെ കേസ് പറയാം. അതായത് ഈ കാണുന്നത് എവിടെയുള്ള ആളാണ് ഇതിന്റെ ഓണർ? ഇത് ചെന്നൈയിലുള്ള ഒരാളാണ് ഇതിന്റെ ഓണർ. ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്ന? ഓവർ അങ്ങ് പോലെ കേട്ടോ, മൈക്കൊന്നുമില്ല. TV ക്യാബിനൊക്കെ പ്ലൈവുഡ് ഒക്കെ വെച്ചിട്ട് ചെയ്തെല്ലാം മാറ്റി തകിടില് റെഡിയാക്കണം. പിന്നെ കുറെ വുഡ് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. കൺസോൾ ബോക്സ് സെറ്റ് ചെയ്യണം. ക്യാരിയർ വരണം. അവർക്ക് മെയിൻ ആയിട്ട് ക്യാരിയർ ആണ് അവർ പറഞ്ഞത്. ഇത് ഹയാസ കേട്ടോ. അതായത് ഏത് മോഡൽ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഗ്ലാസ് നോക്കത്തില്ല. ഇത് ഇമ്പോർട്ടഡ് ആണോ ഇന്ത്യൻ മെയ്ഡ്? ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടഡ് തന്നെ അല്ല. ഇവിടെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നില്ല കേട്ടോ. ഇതിന്റെ ലൈറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം ജപ്പാൻ മോഡിഫിക്കേഷൻ ലൈറ്റുകളാണ്. അതായത് ഇന്ത്യ എന്നുള്ള ലൈറ്റുകളല്ല, ഇതൊക്കെ ജപ്പാനീസ് തായ്ലൻഡ് സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന ലൈറ്റുകൾ. നല്ല കിടിലൻ ഹയാസ് എന്നല്ല ഇതിന്റെ പേര് എന്നേക്കാ. ഹയാസാണ്. ഹയാസ് ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, മാനുവലാ. ഓട്ടോയാണോ മാനുവലാണേക്കാ? ആണോ? ഗൈസ് നോക്ക്, ഇതെല്ലാം ഊരിപ്പറിച്ചിട്ടോ കേട്ടോ. നല്ല കിടിലൻ ടയോട്ടയുടെ സ്റ്റിയറിങ്ങും സ്വിച്ചുകളൊക്കെ നോക്കി, നല്ല കിടിലൻ സ്വിച്ചുകൾ. എടുക്കുവാ? ഇപ്പൊ എടുക്കൂല, കാരണം ഒന്നും എടുത്തല്ലോ. ഈ കാണുന്ന ഇക്ക എടുത്താക്കുന്ന വണ്ടി ആട്ടോ. ഇത് ഇക്കയുടെ അർബാനിയാണ്. ഇതിന്റെ അകത്ത് എന്തോ പ്രത്യേക രീതിയിലുള്ള സ്പെഷ്യൽ വർക്ക്. സ്പെഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബാനിയ ഇറങ്ങിയിട്ട് ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ട് നമ്മൾ ഇറക്കണത്. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള അപ്ഡേഷൻ. നോക്കൂ, ഇക്ക വീലൊക്കെ ഇട്ട്, എന്റെ പോലത്തെ വീലിട്ട്, അത് മാത്രം ചീറ്റിപ്പോയി കേട്ടോ. കാരണം എന്റെ വീല് നിന്നുപോയി. ഇവിടെ ഗ്രില്ലൊക്കെ കയറ്റാൻ വേണ്ടി ഗ്രില്ലിന് ആണോ? ആരെന്നാ? ഗൈസ് നോക്കൂ, ഇത് കണ്ടോ, ഈ വണ്ടി ഫുള്ള് അർബാനി അഴിച്ചിട്ടേക്കുവാണ്.
ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും എനിക്ക് ലാഭം വന്നില്ല. എനിക്ക് പണി കേട്ടാക്കുന്ന കേട്ടോ. ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ വണ്ടിയിൽ ചെയ്ത ടോപ്പിൽ ചെയ്യുന്ന സംഭവം കണ്ട ഇതിന്റെ അകത്ത് ഒരു എങ്ങനെയുള്ള കിടന്നുറങ്ങാം ഡ്രൈവറിന്. അതേ നോക്ക് മറ്റേ ഗ്യാസിൽ നിന്ന് മറ്റേത് പോയെന്നുള്ളേ തുറന്നു നോക്കാം അല്ലേ? അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണം കേട്ടോ. എല്ലാരും പറയും നമ്മുടെ വണ്ടിക്ക് അവിടെ ഇവിടെ അതവിടെ കാണിച്ചു തരാം. ഇല്ല ഇപ്പൊ ഞാൻ പറയാൻ സമ്മതിക്കില്ല. ഗൈസ് നോക്കൂ, ഞാൻ ഇതേപോലത്തെ ഒരു ക്യാരവാൻ എടുക്കാൻ വേണ്ടി ഇതെടുത്ത് ക്യാരവാൻ ആക്കാൻ വേണ്ടി നോക്കിയതാണ്. വണ്ടിക്ക് 37 ലക്ഷം രൂപ. ക്യാരവാൻ പണിയാണെങ്കിൽ ഓജസിൽ 20-20 മേളിലേക്ക് വരും. അപ്പോൾ എങ്ങനെ കളിച്ചാൽ 10, 50, 55, 60 ലക്ഷം രൂപ വരും വണ്ടിക്ക്. അതെടുത്ത് നമ്മൾ ഓടി മുതലാവൂല. പിന്നെ അത് മാത്രമല്ല, ആ വണ്ടി എടുത്താൽ തന്നെ കാർനെറ്റിന് വലിയ പൈസ കെട്ടി വെക്കണം. പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ഈ വണ്ടി നമ്മൾ വിചാരിച്ച പോലെ എടുത്ത് ഓടിക്കാൻ പറ്റില്ല. ട്രാവൽ റോഡിൽ നിന്ന് ഓടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നടുവായി പീസായി പോകും. അപ്പോൾ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് ഗൈസ്, ഇത് 3000 രൂപയുള്ള വണ്ടിയാണ് അല്ലേ? നജീബ് വെള്ളറ ഗൈസ്. ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന വണ്ടിയാ കേട്ടോ. ഇതെന്നാ ഇന്റീരിയർ വർക്ക്, ടോപ്പ് ഫുള്ള്. ഓ, ഇങ്ങനെ പിക്സൽ വർക്ക് ഒക്കെയാ. മൊത്തം വണ്ടി കമ്പനിയിൽ നിന്ന് വന്നേക്കണതാ. ഭാരത് ബെൻസ് ഇതേപോലെ ഡിക്കിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വർക്ക് തുടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ വാഹനം അങ്ങനെ പൊളിക്കാൻ പോവാണ്. ഫ്രണ്ട് മുതൽ ഉള്ള അതിന്റെ സൈഡ് ഭാഗങ്ങള്, ബേക്ക്, ഇതെല്ലാം പൊളിച്ച് പണിയാൻ പോവാണ്. അതെല്ലാം എഴുതി വെക്കണം. കുറെ പരിപാടിയുണ്ട്. കഴിഞ്ഞ ദിവസം പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പം ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഇതിന് പരാതി കൊടുത്ത് എടുത്തോണ്ട് പോകേണ്ടി വന്നു. എന്നിട്ട് ആർട്ടിന് കാണിക്കേണ്ടി വന്നു. ഈ പ്രാവശ്യം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതിന്റെ പെയിന്റ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഇതുണ്ടോ ഇതാണ് പെയിന്റിന്റെ അവസ്ഥ കേട്ടോ. അടിപൊളി നോക്കിയേ. ഉണ്ട് ഇതുപോലെ ചികള് പോലെ. ഇതാണ് മഞ്ഞത്തിട്ടിട്ട് സംഭവിച്ചായിട്ട്. ഇതുണ്ട് ഇതെല്ലാം അതേപോലെ തന്നെ സംഭവമായതാണ്. പെയിന്റ് മൊത്തം കുത്തിപ്പൊളിക്കും. പിന്നെ ഇതിൻ്റെ ഇതെല്ലാം തുറന്ന് പുതിയ സെറ്റപ്പ് ആക്കി ഇതിൻ്റെ ഉള്ളു പൊളിച്ച് ഇത് മൊത്തം പൊളിച്ചടുക്കി പണിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ലോക്കുകളൊക്കെ മാറണം. ഡോറിന്റെ ലോക്കുകളെല്ലാം മാറി രണ്ടാമത് സെറ്റ് ചെയ്യണമല്ല. എല്ലാ ലോക്കും പോയിട്ട് നമ്മൾ മറ്റേ വീട്ടിലൊക്കെ വെക്കണം, ഓടാമ്പലം വെച്ചേക്കണം. ഇത് കേട്ടോ ശരിയാട്ടോ. അത് കണ്ടോ, ഈ കാണുന്ന വീട്ടിലെ ഓടാമ്പലും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ വണ്ടിയിൽ ഒരു ജനറേറ്റർ ഉണ്ട്. 7 kV ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ആർക്കെങ്കിലും വേണമെങ്കിൽ നജീബിക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. അത് കൊടുത്തേക്കുവാണ്. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ട്, ഇതൊക്കെ നശിച്ച് ഫുള്ള് പോയി. ഈ വണ്ടിയുടെ ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ വണ്ടിയുടെ എവിടെ പിടിച്ചാലും പൊളി. ഇതുണ്ടോ, ഇതിൻ്റെ ഈ ക്യാബിന് ഇതൊക്കെ ഇതുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടം പോയി, ഇതിൻ്റെ ഈ ഭാഗം പോയി. പിന്നെ ഇനി ഉള്ളിലേക്ക് വാ. അതിൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകും കേട്ടോ. തുറക്കട്ടെ, ഇക്ക വരുന്നുണ്ട്. ഇക്ക ബാ, വെറുതെ ഒന്ന് കയറിയതേ. ഈ സ്റ്റെപ്പൊക്കെ ലെവലാക്കണം. അല്ലെ എഴുതി വെക്കണ്ടേ. ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ കൈ മുറിഞ്ഞു ഷീറ്റ് കൊണ്ട്. സാരമില്ല ഗൈസ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ AC എടുത്തു മാറ്റിയതാണ്. ഇതെന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ AC ഒക്കെ ഞങ്ങൾ ഒരു വീട്ടിൽ വെച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇത് ഊരി മാറ്റി. പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്ത് ബാത്റൂമും പിന്നെ ഒരു കംപ്രസർ ഉണ്ടാവും. പിന്നെ ഒരു ഇൻവേർട്ടർ, ഒരു കംപ്രസർ, പിന്നെ ഈ ഫ്രിഡ്ജ്. ഇതെല്ലാം പൊളിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഇനി മൊത്തം പൊളിക്കാണ്ട് ഇതൊക്കെ ഒറ്റയടിക്ക് പോകും കേട്ടോ. ഈ ഡോറൊക്കെ പൊളിഞ്ഞു പോകും. ഇതെല്ലാം പൊളിച്ച് പണിയാൻ വേണ്ടി പോവാണ്. ഇത് ഫുള്ള് തല്ലി പൊളിക്കണം. മൊത്തം ഉണ്ടല്ലോ ആ ചാനലെല്ലാം തുരുമ്പെടുപ്പോയി. ഉള്ളിലുള്ള ചാനലെല്ലാം ദ്രവിച്ചു പോയി. അതെല്ലാം മാറ്റി പുതിയ സ്ക്വയർ ട്യൂബ് വെച്ച് പണിയണം. നമുക്ക് സൈഡൊക്കെ നമുക്ക് ACP ആക്കണം. ഇതൊക്കെ മൈക്ക കൊള്ളൂല. ഇത് അകലെന്ത് പണിതോ ഇല്ല, കുഴപ്പമില്ല. അതൊന്നും പ്ലൈവുഡ് മാറിയിട്ടില്ല. അത് വെറുതെ ചുമ്മാ നമ്മൾ അതിന് മേളിൽ തൊട്ടിച്ചുള്ളൂ. ഇതൊക്കെ ഉണ്ടോ? അതൊക്കെ പോയി. ഇതെന്റെ കണ്ണേ പോയി. പപ്പടം പോലെ പോയി വരുന്നു. ഈ വണ്ടിയുടെ അവസ്ഥ വളരെ തെഞ്ഞു കേട്ടോ. ഇതുണ്ടോ, പക്ഷെ ഇതിന്റെ ചില ഭാഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ചില ഭാഗങ്ങൾ ബാത്റൂം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ബാത്റൂം ഒറ്റ അടിച്ച് ഞാൻ പൊളിഞ്ഞു പോകും. നമ്മളെ അപേക്ഷിച്ച് ഞങ്ങൾ ഈ വണ്ടിയുടെ പൈസ ഊരി. അതെ, ഇതൊക്കെ പോയി. ഞാൻ വീട്ടിൽ നിന്ന് ഊരാണ്. ഇതൊക്കെ ഒറ്റ അടി അടിച്ച താഴെ. ഞാൻ ഓർ അടിക്കുന്നില്ല. ഹൗ ടു മേക്ക് ന്യൂ ക്യാരവാൻ. ന്യൂ ക്യാരവാൻ വീഡിയോസ്. ഇതുണ്ടോ, ഇവിടുത്തെ AC സാധനങ്ങൾ ഇത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ഒരു ലക്ഷറി സെറ്റപ്പ് ആയിട്ടാണ് ഈ വണ്ടി കാണാൻ പോകുന്നത്. എൻ്റെ കൈയും അതിൻ്റെ അടിക്ക് മുറിഞ്ഞു. ഇതുണ്ടോ, ഇത് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഊരിക്കൊണ്ട് പോകേണ്ടതുണ്ടോ. ഇത് ഊരി എടുത്തോണ്ട് പോകണം. പിന്നെ കുറച്ച് സ്പീക്കർ, കുറച്ച് സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഊരി നമ്മുടെ വണ്ടി ഇട്ട് കൊണ്ടുപോകണം. പിന്നെ ഇതുണ്ടോ, ഇങ്ങോട്ട് വരും. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ മൊത്തം ഇതുണ്ടോ, ഇതൊക്കെ തകർന്ന് വാരിപ്പോയ സ്ഥലങ്ങളാട്ടോ. ഇത് കേട്ടോ, ഇതിന്റെ മെയിൻ സംഭവം ഞാൻ കാണിച്ചത്. നീ അവിടെ പിടിച്ചോണ്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത്
ഇതിന്റെ പല ഭാഗങ്ങളുടെ അവസ്ഥ ഇതുണ്ടോ, പല ഭാഗങ്ങളുടെ അവസ്ഥ ഇതാണ്. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നൊരു എക്സാമ്പിൾ മാത്രമാണ്. പിന്നെ അത് എന്തൊക്കെ പണിയുണ്ട്. ബാറ്ററി കൊണ്ടുപോകണേല് ദേശീയമാകാതിരിക്കും കേട്ടോ, അല്ലേ? ബാറ്ററി ഉണ്ടായാലോ കൈസ് നോക്കൂ. അല്ല വണ്ടി മാറ്റിയുടെ ബാറ്ററി വേണ്ടല്ലോ. എന്റെ ആണിയാടോ ഇവനെ കൊണ്ട് കയറിയോ എന്റെ അമ്മ കൈസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവം ഉണ്ട്. അതാണ് മെയിനായിട്ട് കാണിച്ചു തരാമല്ലോ. അപ്പൊ വണ്ടി പണിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കണം ഗൈസ്. അതായത് ഈ വണ്ടിയിൽ ഒരു 10-26,000 രൂപയുടെ ഒരു മാക്സിലിങ്ങിന്റെ കില്ലിന് 360 ക്യാമറ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസ്പ്ലേ ഊരി ഞാൻ സ്ട്രോമിലേക്ക് വെക്കണം. ഇനി എന്തായാലും ഇത് കിട്ടിയ ഒരു 3-4 മാസം എടുക്കും. അപ്പം അതെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ വണ്ടി പണിയാൻ വേണ്ടി ഞങ്ങൾ സമയം കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം കൊടുത്ത് പണിയിക്കണം. അന്നേരം കല്ലിൻ്റെ ബേക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒരു ചെറിയ കമ്പം കിട്ടുമോ, ഒരു കമ്പിയെല്ലാം കിട്ടുമോ, കുത്തിപ്പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പെയിൻറ്റിൻ്റെ അവസ്ഥ. പെയിൻറ്റ് ഞാൻ കാണിച്ചായിരുന്നു. ആ ഗൈസ്, ഇതിൻ്റെ ബേക്കിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആ ഒരു മഞ്ഞത്ത് കിടന്നപ്പം ഒരു രീതിയിൽ ഇതുമില്ലാതെ നശിച്ച് നാരണക്കെല്ലാം ഇപ്പോൾ കിടക്കുമായിരുന്നു. ഇതുണ്ടോ, ഇങ്ങോട്ടൊക്കെ നോക്കി, ഇവിടെയൊക്കെ പെയിൻറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അപ്പം പൊട്ടും. ഇതുണ്ടോ, ഇതൊക്കെ പൊട്ടാന്ന് പറഞ്ഞ രീതി നിൽക്കുവാണ്. കാണിച്ചാൽ ഇവനെ ഇത് പിടിച്ച മോനെ. ഗൈസ് നോക്കിയേ, ദൈവം എൻ്റെ കുരിശാലാണല്ലോ. ഇതുണ്ടോ, നോക്കിയടാ, ഇത് നോക്കിയേ, ഇതൊക്കെ കട്ടിക്ക് അടിച്ചേക്കുന്നത് ഗൈസ്. ഇതിന്റെ പാനില് എത്ര ഇഞ്ചാടാ, എത്രടാ 12 കിട്ടുമോ? ഇന്ന് വിളിച്ചു പറയേക്കാം. ഇന്ന് തന്നെ വെക്കണം, ഇന്ന് പോകണ്ടേ? ആര്? നീ പോവൂല. അടാ കഷ്ടമുണ്ടാ. അതുകൊണ്ട് ആ അർബാനി ഇങ്ങോട്ട് കയറ്റിയിടാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയോ വണ്ടി എങ്ങോട്ടൊക്കെ മാറ്റിയിടുവാണ്. ഇനി ഞങ്ങളുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ ഉള്ളിലുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ GT നെപ്പോളിയൻ ബ്രേക്ക് ചവിട്ടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാനുള്ള ലൈറ്റാണ്. ബ്രേക്ക് ലൈറ്റ് ഇത് നമുക്ക് കൊണ്ടുപോകണം. പിന്നെ ഇത് ഈ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ തീ കത്തിപ്പോകുന്ന പോലെ ഇങ്ങനെ ടുണ്ടൊക്കെ പറഞ്ഞ് ലൈറ്റ് പോകുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം ബസ്സുകളിലൊക്കെ ഉണ്ടല്ലേ, ഇതിലിങ്ങനെ പോകുന്നൊക്കെ ആ സാധനം സെറ്റുള്ള ലൈറ്റുകളാണ് ഇത്. പിന്നെ ഇതും സൈഡിലും ഉള്ളിലൊക്കെ പാട്ട് കത്തുമ്പോൾ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. ഇതിനല്ല, നമ്മളെ റഷ്യ കിടക്കുന്ന വണ്ടിക്കാണ്. GT നെപ്പോളിയന് വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം പണിത് വൈകിട്ട് കൈ കിട്ടണം. നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവും. അപ്പോൾ ഇന്ന് രാത്രി വക്കീലിനെ കാണാൻ പോകണം എറണാകുളത്ത്. നാളെ കുറച്ച് പരിപാടികളുണ്ട്. കാരണം 2-3 കേസ് ഹൈക്കോടതിയിലുണ്ട് നമ്മുടെ. അപ്പോൾ അതിനെ സംസാരിക്കാനൊക്കെ പോകണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇത് കണ്ടോ, അർബാനി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ട്രാവലർ ഇറങ്ങുന്നില്ല, ട്രാവലർ ഇല്ല. ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ഒരു എന്താ പറയുക, ഒരു ബ്രീഫും അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യേണ്ടത്, സൈഡിൽ എന്നാണ് ചെയ്യേണ്ടത്, പുറകിൽ തന്നെ ടാങ്ക് എന്നാണ് ചെയ്യേണ്ടത്, അതെന്നെ ചെയ്യേണ്ടത്, ഇതെന്നെ ചെയ്യേണ്ടത്, പെയിൻറ്റ് തന്നെ ചെയ്യേണ്ടത്. പെയിൻറ്റിന് പോയി പെർമിഷൻ എടുക്കണം. അതായത് ആർട്ട് ഓഫീസിൽ പോയിട്ട് ഇതിനടിക്കുന്ന കളർ, അതായത് ഇതിന് ബ്ലാക്കും പിന്നെ ഫ്ലൂറസെൻ്റ് ഗ്രീനുമാണ് അടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പെർമിറ്റ് സംഭവങ്ങൾ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ അതെ ഗൈസ്, നമ്മൾ വിചാരിച്ചിരിക്കും നോക്കാൻ നേരത്ത് ഈ ബസ് പണിതെടുക്കുന്നതാണ് നല്ലത്. ഇത് മേടിച്ച് പണിതെടുക്കണം 10-55 ലക്ഷം രൂപ. അതിപ്പോൾ അത് ഉള്ള ബസ് തന്നെ ലെവലാക്കി എടുക്കണം. വലിയ കൈനഷ്ടം ഉണ്ടാവില്ല. അല്ലാതെ 2 ടയർ മാറ്റാനായി, ഉള്ളിത്തെ മാറ്റിയാൽ മതി, പുറത്തെ കുഴപ്പമില്ല. അല്ല, കുറച്ച് പരിപാടികൾ കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കോടീശ്വരനായ വ്യക്തിയാണ്. കാണിച്ചതാ ഇവിടെ ഒരു ചെയിന്, ഇതുണ്ട് ഇവിടെ 2 വള, അല്ല ഇതെന്നാ ഗോൾഡൻ വാച്ച്, ഇവിടെ ഒരു മോതിരം. ആരെയാണ് കാണിക്കണം? അനൂപൊക്കെ പിന്നെ കൊടുങ്ങല്ലൂരുകാരന്. എന്തിനാ മറ്റേ ഒഴിവാക്കിയ വുഡ്ലാൻഡിന്റെ ചെരുപ്പ് മാറ്റി മേടിച്ചാ? ആണോ? ഗൈസ് നോക്കൂ, നമ്മുടെ സാധനം 2 കാര്യങ്ങൾ വിളിച്ചു പറയും കേട്ടോ. ഈ കാണുന്നതായിരുന്നു നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ഡിസ്പ്ലേ. ഇത് ഞാൻ സ്ട്രോമിലേക്ക് മാറ്റാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാണ്ട്. എന്നാ അഖില ഇതിന് പറയുന്നത്? പാനലും കേബിളും മേടിക്കണം. പാനലും കേബിളും മേടിക്കാണ്ട്. അപ്പോൾ അതിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലേ വൈകുന്നേരം ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് നോക്കൂ, ഞാൻ അങ്ങനെ ജലാൽക്കയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് അങ്ങനെ, ജലാൽക്കയുടെ അല്ലല്ലോ മൊത്തം പ്രശ്നമാണ്, നജീബിക്കയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാനങ്ങനെ ജലാൽക്കയുടെ വർക്ക്ഷോപ്പിലെത്തി. അതായത് നമ്മുടെ സഫാരി സ്റ്റോം ഇവിടെ പണിയിട്ടുണ്ട്. അതായത് അതിൻ്റെ AC-യുടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് 25 വർഷം 26 ഗൈസ് നോക്കൂ, ഈ ജലാൽക്ക
ഇതിന്റെ പേര് പറഞ്ഞ TDCI TDCI, അതായത് ആദ്യത്തെ സഫാരി അല്ലേ? ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ സഫാരിയാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു അതെ പറഞ്ഞത്. ആ വാപ്പയുണ്ട്. ആരാ മേടിച്ച? വാപ്പ മേടിച്ചു. നിങ്ങള് ഉപയോഗിക്കുന്നു. 25 വർഷമായിട്ട് നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ ഓണർഷിപ്പ്. അപ്പൊ ഏത് കൊല്ലം മേടിച്ചത്? 2000 മോഡൽ. എന്റെ അമ്മ 999 ഗൈസ്. അതായത് ആ കാലത്ത് മേടിച്ച സഫാരി കാണുന്നുണ്ട്. ഇതിന് 2.2 ഇതെന്നാ പറയാ? TDCI. ആദ്യത്തെ 2 ലിറ്റർ. ഗൈസ് നോക്കൂ, ആദ്യത്തെ 2 ലിറ്റർ എഞ്ചിൻ. എത്ര? 1998 cc സഫാരി സ്ട്രോം ആണ് നിങ്ങൾ കാണുന്നത്. തെറ്റിപ്പോയി, വീണ്ടും തെറ്റിപ്പോയി. ഇനി പിന്നെ TDCI ഗൈസ്. ഇതിന്റെ ഇതൊക്കെ ഉണ്ടോ? ഇന്റർകൂൾ റേഞ്ച്. ഇതിന്റെ ഡാഷ്ബോർഡ് മൊത്തം വ്യത്യാസം. ഇതെല്ലാം ഇങ്ങനത്തെ പ്രസ്സിംഗ് ബട്ടൺസ് ആട്ടോ. ഇതാ മൊത്തം മാറ്റാൻ പോവാ. ഇതുണ്ടോ? ഇതിന്റെ ഇത് കണ്ടോ? ഇത് ഇവിടെയായിട്ട് ഇങ്ങനെ സ്വിച്ചാ. എന്റെ അമ്മോ, കാലക്ക സാധനം. അനിച്ചേ ഞാനിവിടെ ജലാൽക്കാട് അന്നത്തെ ലോഗോ അന്നത്തെ ഇങ്ങനത്തെ ആയിരുന്നല്ലേ? ഓ, ഇതാ ഇവിടെ ലൈറ്റ് അത് എപ്പോഴും ടാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂസ് കാരിയർ ബോക്സിന് തന്നെ വ്യത്യാസമുണ്ട്. അതിന് വ്യത്യാസമുണ്ട്. അത് വെച്ചാല് അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. ഓ, ഇങ്ങനെയൊക്കെ കണ്ടോ? ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ റിലേ ഒന്നും ഡൈക്കോർ ടൈപ്പിന് മുതൽ വന്നില്ല. ഇല്ല, ഈ ഇലക്ട്രിക്കൽ ലൈനുകൾ ഡൈക്കോർ ടൈപ്പിന് കാസർഗോഡ് ECM ഇല്ല. ഇത് പിന്നെ ഇപ്പൊ കർണാടകയിൽ നിന്ന് വന്നോണ്ടേ. ഇതിന്റെ KA എന്നാണ് ഇതിന്റെ നമ്പർ പ്ലേറ്റ്. ജലാൽക്കാട് അതുണ്ടോ? ഈ കാണുന്ന ഇവിടെ KA എന്നുള്ളതാണ് നമ്പർ പ്ലേറ്റ്. വേറെ ടൈപ്പ് സംഭവം. ഇവിടെ എന്റെ എയർ ഫിൽറ്റർ ഒക്കെ വരിക. അവിടെ നിന്ന് ഓടി വന്നാ എന്നെ മൈലേജ് കിട്ടും. ഒരു 9ന്റെ അടുക്കലൊക്കെ കിട്ടി. ഇപ്പൊ ഞാൻ വരുമ്പോ ആകെ 2000 രൂപന്റെ ഡീസൽ അടിച്ചിട്ടുള്ളൂ. അവിടെ ഇങ്ങോട്ടോ? ഇപ്പോഴും കാണുന്നുണ്ട്. അത് അത്ര പകുതി അങ്ങനെ 2000 രൂപ തന്നെയോ? 2000 രൂപ. ദൈവമേ. എന്നൊക്കെ ഇങ്ങനെ വരിക. അതായത് ഷോക്ക് അബ്സർ പോയാലും വർക്ക് ചെയ്യാവുന്ന ടൈപ്പ് ഉള്ളത്. ഓ ഗൈസ്, അതായത് എന്റെ സഫാരി ഡൈക്കോറില്ലേ, അത് എവിടുന്നാ പണിത് നമ്മൾ വീഡിയോ ചെയ്തല്ലോ. അത് പണിത് ഈ വർക്ക്ഷോപ്പിൽ നിന്നുണ്ട്. ഇവിടെ നിന്നാണ് പണിത് ഇറങ്ങിപ്പോയത് നമ്മുടെ സംഭവം. ഇവിടെയൊക്കെ ഇട്ടാണ് പണിത്. അതിന്റെ പാർട്സ് സാധനങ്ങളൊക്കെ ചിലതൊക്കെ ചിലപ്പോൾ ഇവിടെ കാണുമായിരിക്കും. ഇത് ഇവിടെ ഇട്ടാണ് നമ്മുടെ ഡൈക്കോർ പണിത്. ഈ പറഞ്ഞ മനുഷ്യനാണ് ജലാൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടി പണിത് തന്നെ. ഇപ്പം നമ്മുടെ ഡൈക്കോർ അല്ല, നമ്മുടെ സ്ട്രോം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ AC വർക്ക് അതുപോലത്തെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ക്ലച്ച് അങ്ങനെയുള്ള കുറച്ച് പരിപാടി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പേസ് നിറയ്ക്കാൻ വേണ്ടി കൊടുത്തേക്കുമല്ലേ? അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ അത് എടുക്കണം അല്ലേ? വണ്ടിയുടെ ഒരു സാധനം ഞാൻ കാണിക്കാൻ മറന്നു കേട്ടോ. ഇതിങ്ങനെ പിടിച്ച് തുറന്ന ഇവിടെ 3rd row AC ഉണ്ട്. ഉണ്ടാ, ഇത് നമ്മുടെ ഒന്നും ഒരു സഫാരിക്കുള്ള സാധനമാണ്. 3rd row AC, സെക്കൻഡ് കംപ്രസർ അല്ലേ? പിന്നെ ഞാൻ ഉള്ളു കാണിക്കുന്നത് വേറെ സാധനം കാണിക്കാൻ മറന്നു. ഇതിന്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ ഫുൾ വ്യത്യാസം കേട്ടോ. ഇത് കണ്ടോ? നമ്മുടെ പഴയ മേഴ്സറീസ് ഒക്കെ പോലെ പണ്ടത്തെ. ഇത് വ്യത്യാസമില്ല. ഈ ഞെക്കുന്ന എന്തിന്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന അത് സ്ക്രോൾ ചെയ്യണം. സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ് അങ്ങനെ മുതൽ ഇറക്കിയിരിക്കണം. ഇങ്ങനെ 1999. ഇതിന്റെ അപ്പുറത്തെ സൈഡ് പോയി നോക്കണ്ട, അവിടെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്ന്. ഈ സഫാരി എന്ന് പറഞ്ഞാൽ പുള്ളി 25 വർഷമായിട്ട് ഇത് കളയാതെ കൊണ്ടു നടക്കണം. ഇതിൽ എന്തെങ്കിലും ഉണ്ടാവൂലോ? ഇത് കണ്ടോ? എന്റെ അമ്മോ, ഇതിന്റെ വ്യത്യാസം. റിവേഴ്സ് ഇവിടെ അന്നത്തെ ഗിയർ ലിവർ നോബ് 26 വർഷം പഴക്കമുള്ള ഗിയർ ലിവർ നോബ് റിവേഴ്സ് വെച്ചേക്കണോ? എന്റെ ഐഷർ പോലെ ഫസ്റ്റ് ഫ്രണ്ട്, ബാക്കി ബാക്ക്. നമ്മുടെ ഐഷർ വണ്ടിയുടെ അതുപോലെ നമ്മുടെ ബസ്സിന്റെ സെയിം സെറ്റപ്പ് സാധനം തന്നെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എക്സ്ട്രാ. ഇതിന്റെ ഓഡോമീറ്ററിലെ ലൈറ്റ്സുകളില്ല, ഈ ലൈറ്റ്സുകളൊക്കെ ഇല്ല. അതിന്റെ വെട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതിനകത്ത് വെട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഇവിടെ വെട്ടം കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. കണ്ട, രാത്രി ആകുമ്പോൾ വെട്ടം കൂടുതലാണെങ്കിൽ ഇത് കുറയ്ക്കാം ഇതിനകത്ത്. അതെ അതെ. തെങ്ങോ? ഒരു തെങ്ങ് വീണ്ടും എത്തിക്കാതെ അത് ശരിയാക്കാൻ പോവുകയാണ്. അത് ശരിയാ. വീട്ടിൽ കിടന്ന തെങ്ങ എന്നിട്ടും പിടിച്ചു വന്നു. എന്നിട്ട് എന്തോ ആയിട്ടില്ല. ഇത് ഇവിടെ വീണതാണ്. ഇവിടുന്ന് ഇങ്ങനെ വീണതാണ്. ഇത് ഇവിടെ ചെറിയതൊക്കെ അവിടെയാണ് മെയിൻ റൂഫ്. അതാണ് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ സ്ട്രെങ്ത് സ്ട്രോമിനുണ്ടോ? പക്ഷേ സ്ട്രോമിന് മറ്റേ ഗ്രൗണ്ട് ക്ലിയർ ഇത് കുറവാണ്, ക്ലിയറൻസ്. അതെ അതെ, ഇതിന് ഹൈറ്റ് കൂടുതലാണ്, അതിന് ഹൈറ്റ് കുറവാണ്. ഈ വണ്ടിന്റെ അകത്ത് വെള്ളത്തിൽ കൂടെ ഓടിച്ചാൽ ഈ വണ്ടി സ്റ്റാർട്ടായി വരും. ഈസിയും ഇല്ലല്ലോ. ടെൻഷൻ. അത് മാത്രം പൊക്കി വെച്ചാൽ മതി. അത് വേറെ പ്രത്യേകത ഉണ്ട്. ഈസിയും ഇല്ല, വെള്ളത്തിൽ കുറച്ചും കൂടി ഓടിക്കാം നമുക്ക്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റഫായിട്ട് ഓടിക്കാം. സെൻസർ ലൈറ്റ് ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി.
അത് വണ്ടി AC പിന്നെ ഫില്ലിങ് പിന്നെ AC കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ക്ലച്ച് മാറാനുണ്ടായിരുന്നു, ക്ലച്ച് മാറി. പിന്നെ അതേപോലെയുള്ള ഫുള്ള് ഇന്ത്യയിലൊക്കെ ഇറക്കി പണിയുണ്ടായിരുന്നു, ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തെല്ലാം ലെവലാക്കി. പിന്നെ ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഗിയർ കേട്ടോ. റൂഫേസി അഴിച്ചു, റൂഫേസി ഇറക്കിയതാണ്. ഇതേ ബോർഡ് ഇവിടെ നിന്ന് തുറന്ന് ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ റോട്ടിൽ നിന്നാ സർക്കസ്, അതാണ് ഒരു വലിയ വിഷയം. ഇത് കണ്ടോ, റൂഫേസി ഒക്കെ ഇറക്കി കേട്ടോ. റൂഫേസി ഇറക്കി, ഇതിറക്കി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇറക്കണമെങ്കിൽ ഈ ബോർഡ് ഇവിടെ നിന്ന് ഊരണം. ഈ ബോർഡ് ഇങ്ങനെ ഊരി ഞാൻ ഇവിടെ ഇതിങ്ങനെ കാണാം. ഇവിടെ ഇതിനുള്ളിൽ പാച്ചൊന്നുമില്ലല്ലോ, പക്ക പക്കല്ലേ? അതെ, ഇതിങ്ങനെ ഈ ബോർഡ് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ഈ റൂഫേസിനെ ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലൂടെ കാണാം, അധികം ഒടിക്കരുത്. റൂഫേസിയാണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്. അതിനിങ്ങോട്ട് പുറത്തിറക്കി. അടിച്ചിട്ടുണ്ട്, അത് വേറെ വണ്ടിയിലേക്ക് പച്ച കളറിൽ കാണുന്ന സാധനം ബോഡി കൺട്രോൾ മൊഡ്യൂളാണത്. ബോഡി കൺട്രോൾ മൊഡ്യൂൾ. അപ്പൊ ഇതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. രാത്രി എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പരിപാടി അതിന് ശേഷം അജീബൊക്കെ എടുത്തുകൊണ്ട് സിസ്റ്റം ഫിറ്റ് ചെയ്ത് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി. അപ്പൊ ഇന്നത്തെ ഹോട്ടൽ പൈസ പോയില്ലേ? എൻ്റെ ബാൽട്ടറി ഇതല്ല കേട്ടോ, എൻ്റെ ബാൽട്ടറി വേറെ ഒന്നാണ്. പുള്ളി ഏതോ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നി. എൻ്റെ യഥാർത്ഥ ബാൽട്ടറി അങ്ങനത്തെ എന്തോ സംഭവം തോന്നുന്നു കേട്ടോ. വേറെ വണ്ടിക്ക് ഇതുവരെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ കണ്ടൻസർ അങ്ങനത്തെ കുറച്ച് എടുക്കേണ്ട പണി. കാരണം ഞാനിത് ഉപയോഗിക്കാനുള്ള വണ്ടി ആയതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ വിചാരിച്ചു. നമ്മുടെ വണ്ടിയുടെ പണി തീർക്കാൻ വേണ്ടി ജലാൽക്ക ഇവിടെ നിന്ന് പണിയാണ് കേട്ടോ. പരിപാടി പെട്ടെന്ന് തീരുമല്ലോ, പിന്നെ നമുക്ക് അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. ബാക്കി വേറെ കേസ് കേട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഗൈസ് നോക്കൂ, 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഗ്യാസും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാട്ടോ. ഇതാണ് ഈ വണ്ടിയുടെ സീ പില്ലർ. ഇതിന്റെ പേരിന് സീ പില്ലർ. അതായത് ക്രോസ് ആണത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മുടെ ചേസ് ഇങ്ങോട്ട് ഒതുങ്ങാതിരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് സീ പില്ലർ. അതായത് നമ്മുടെ ഈ ഫെൻഡർ ഉണ്ടല്ലോ, ഫെൻഡറിന്റെ അവിടെ നിന്ന് വരുന്ന ഈ പോസ്റ്റ് അവിടെ നിന്ന് 2 പോസ്റ്റിലേക്കും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെങ്ത് ബലപ്പെടുത്താനായിട്ട്. ഇവരൊക്കെ എന്തോരം കണക്ടറുണ്ട്. ഇത് എനിക്ക് വന്ന് മറ്റേ തന്നില്ല, 4x4ന്റെ ഇല്ല, 4x4ന്റെ ഇവിടെ വരും. വാഷ് ചെയ്തേക്കാനാണ് നമ്മള്. വാഷ് ചെയ്ത് രണ്ടാമത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിന്റെ പാനലൊക്കെ എടുത്ത് വെക്കണം. ഇലക്ട്രോണിക് മോഡ് വർക്ക് ചെയ്യുന്നു. അത് ഈ സ്റ്റോമിന്റെ ഇലക്ട്രോണിക് മോഡാണ് കണ്ടോ. നമ്മൾ വെറുതെ തിരിക്കുക, അതായത് മറ്റേ റാഡ് ടൈപ്പ് അല്ല, കൺട്രോളറാണ്, ഇലക്ട്രോണിക് ആണ്. ഇതാ അതിന്റെ സംഭവങ്ങളല്ലേ. ഫൈനലി വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് ഇനിയിപ്പോൾ ഫിറ്റിങ്ങുകളും പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഓൾ പാർട്സ്, അതായത് ഊരി എല്ലാ സ്ഥലങ്ങളിലും സംഭവങ്ങൾ ഫിറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് സംഭവമാക്കി വണ്ടി ഇറക്കണം. വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇവിടെ ഒന്നുമില്ല. ബാക്കി പാർട്സുകൾ കുറേ ഇവിടെ കിടപ്പുണ്ട്. ഇതുണ്ട്, ഇവിടെ സെറ്റ് ചെയ്യാണ്ട്, ഇവിടെ സെറ്റ് ചെയ്യാണ്ട് എല്ലാം ലെവലാട്ടോ കേട്ടോ. ഞങ്ങൾ ഗാരേജിൽ തന്നെയാണ് ഇന്ന് 2 എന്നാ പറയുക ആൾക്കാരെ വെറൈറ്റി കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഓണേഴ്സ് അല്ലേ, ആദ്യത്തെ TDC ഓണേഴ്സ് 26 വർഷമായത്. ഇതിപ്പോ സഫാരി സ്റ്റോമിൽ കേരളത്തിലെ ആദ്യത്തെ ഓണർ വന്നിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ സഫാരി സ്റ്റോം മേടിച്ച വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. പേരെങ്ങനെയാ? എൻ്റെ പേര് രതീഷ്. രതീഷ്. വീട് ഹരിപ്പാടാണ്. ഹരിപ്പാടുകാരൻ. പുള്ളിക്കാരനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇത് ഈ കാണുന്ന സഫാരി സ്ട്രോം 29F 72 എത്ര കിലോമീറ്റർ? 1,99,000 കിലോമീറ്റർ. 2 ലക്ഷം ആവാൻ പോണേ. 2 ലക്ഷം ആകാൻ പോകുന്നു. ആദ്യത്തെ വണ്ടി എടുക്കാൻ ചേട്ടനാ എടുത്ത് പാരില്ല, എന്തെങ്കിലും പറഞ്ഞോ? ചാർട്ട് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. പക്ഷെ ഞാൻ ഈ 1,02 ലക്ഷം കിലോമീറ്ററിനടുത്ത് ഓൾമോസ്റ്റ് ഫുൾ കിലോമീറ്റർ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തത്. ഒരു കുഴപ്പമില്ല. നമ്മൾ കംഫർട്ടാണ്. ആണ്. നമ്മൾ ഏത് വണ്ടി ഉപയോഗിക്കുന്നത്? ഇത് ഏതാ, വെരിക്കോർ ആണോ? അല്ല, 140 സെയിം എഞ്ചിൻ, 4 വീൽ ഡ്രൈവ്. 4 വീലാ? ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താണ് വണ്ടി എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. 4 വീൽ ഡ്രൈവ് ആണ്. ഇതാണ് ഇലക്ട്രോണിക് 4 വീൽ ഡ്രൈവ്. ഇതാണ് ഇലക്ട്രോണിക് 4 വീൽ ഡ്രൈവിന്റെ സ്വിച്ച്. ഇത് ചോദിച്ചില്ലേ നേരത്തെ? ഇതാണ് നമ്മുടെ ഗ്യാസ്, സിഗരറ്റ് മറ്റേ ഇതാകുന്നത്. ഇതാണ് എക്സ്ട്രാ സ്വിച്ച് 4 വീൽ ഡ്രൈവിന്റെ. 2H 4H 4L. ഇത് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. 2H 4H 4L. എത്ര കിലോമീറ്റർ കാണിച്ചത്? ഇത് 1,95,827 കിലോമീറ്റർ. ഇവിടെ സർവീസ് വർക്കിന് ഇപ്പൊ കയറിയാണ് വണ്ടി. എന്റെ പൊന്നെ. ചേട്ടാ അന്ന് എടുത്തപ്പോ എത്ര ചേട്ടാ? അന്ന് 17.45. അന്ന് ഫുൾ ഓപ്ഷന് 17.45. ഗൈസ്, ഇതിന്റെ ബേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് VX 4x4. നമ്മുടെ VX ആണ്, പക്ഷെ 4x4 അല്ല. ഇത് 140 തന്നെയാണ്, അതായത് എബിന്റെ പോലെയുള്ള ആ 140. ഗൈസ് നോക്കൂ, അതായത് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സഫാരി സ്റ്റോമിന്റെ ചേട്ടനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. അല്ല ലിവിനെ, ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സഫാരി സ്റ്റോമിന്റെ ഓണർ. കേരളത്തിൽ ആദ്യമായിട്ട് സഫാരി സ്റ്റോം എടുത്ത
ഈ പുള്ളിക്കാരനാണ്. ചേട്ടാ ഇത് എവിടുന്ന് ഏത് ഷോറൂമിൽ നിന്ന് എടുക്കുന്നത്? കോഴിക്കോട് മരട് കോൺകോട് ഷോ. ഓ മരട്. ഗൈസ് നോക്കൂ, അവിടെ നിന്നാട്ടോ ഈ വണ്ടി എടുക്കുന്നത്. അതെന്തായാലും കലക്കി. ഇപ്പൊ സർവീസിന് വന്നാ? അതെ സർവീസിന് വന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് കസ്റ്റമർ ആണ്. സാറിന്റെ അടുത്ത് നേരത്തെ തന്നെ ചോദിച്ചിരുന്നു ജലാലെ ഒന്ന് നോക്കണം വണ്ടി വന്നം. അപ്പൊ സാർ ഇപ്പൊ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ബുൾജറ്റ് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്, സാറും കൂടി പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് നമ്മുടെ വണ്ടിയിൽ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു. ഗൈസ് നമ്മുടെ പരിപാടികൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരിപാടികളൊക്കെ തീരും കേട്ടോ. നമ്മുടെ കുറേ അതെ ഇനി ഓരോന്നായിട്ട് തീരാണ്ട് കേട്ടോ. ഇനി കുറേ സാധനങ്ങൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി കയറ്റണം. നമ്മുടെ വണ്ടിയിലെ ഹാൻഡിൽ ബാറിന്റെ അതെ വുഡ് ഡിസൈൻ ഇതെല്ലാം റീപെയിന്റ് അടിച്ച് സെറ്റപ്പ് ചെയ്തെടുത്തേക്കാണ്. ഇതുണ്ട്, പിന്നെ ഈ ഹാൻഡിലിന്റെ ഇവിടുത്തെ ആട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടുത്തെ മെയിൻ പാനല്, ഇതുണ്ടോ ഇവിടുത്തെ പാനല്, ഇതുണ്ടോ ഇവിടുത്തെ. യെസ് ഫൈനലി പണി തീരാറായിട്ട്. ഇനി ഫ്രണ്ട് ഗ്രില്ലും കുറച്ച് പരിപാടികൾ ഉണ്ട്. എവിടെയാ ഇതിപ്പോ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ക്ലിപ്പിംഗ് ഉള്ളല്ലേ? ആ ക്ലിപ്പിംഗ് ആണ്. അതെ ഇങ്ങനെ വെക്കാം. ലൈറ്റ് വന്നിട്ടുണ്ടാവും ലോക്ക് കയറണേന്. യെസ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു.